ഹലോ വെൽക്കം ബാക്ക്. ഞാൻ അൽ ഹസൻ. ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹീറ്റും ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, വെൽഡിങ്ങിൽ ഹീറ്റിനും ടെമ്പറേച്ചറിലുള്ള ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ് എന്നുള്ള വിഷയത്തെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ് എല്ലാവരും കേൾക്കുക. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ ദിവസം തന്നെ. അപ്പോൾ അതും എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നതാണ്. സോ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആദ്യമായിട്ട് heat is a form of energy capable of flowing between two bodies which are at different temperatures. അതായത് വ്യത്യസ്ത ടെമ്പറേച്ചറിലുള്ള രണ്ട് ബോഡീസിലൂടെ ഒഴുകുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഫ്ലോയിങ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയുടെ രൂപമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. ഒരു എനർജിയുടെ അഥവാ ഒരു ഊർജത്തിന്റെ രൂപമാണ് എന്തെന്ന് പറയുന്നത്, ഹീറ്റ് എന്ന് പറയുന്നത്. അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വ്യത്യസ്ത ടെമ്പറേച്ചറുകളുള്ള രണ്ട് ബോഡീസിലൂടെ ഒഴുകുവാനായിട്ടും സാധിക്കുന്നുണ്ടാവും, ക്യാപ്പബിൾ ആയിരിക്കും. ഇനി അടുത്തത്, ദ അഡിഷൻ ഓഫ് ഹീറ്റ് എനർജി ടു എ ബോഡി ഇൻക്രീസസ് ദ കൈനറ്റിക് എനർജി ഓഫ് മോഷൻ ഓഫ് ഇറ്റ്സ് മോളിക്യൂൾസ്. അവിടെ പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഒരു ഭാഗത്തിലേക്ക് ഈ ഒരു താപോർജ്ജം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോളിക്യൂൾസ് അഥവാ തന്മാത്രകളുടെ മോഷന്റെ ഗതികോർജ്ജം വർദ്ധിപ്പിക്കുന്നു, അഥവാ കൈനറ്റിക് എനർജി എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നുണ്ടാവും. ദ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണെന്നാണ്, ടെമ്പറേച്ചർ ഈസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓർ കോൾഡ്നെസ് ഓഫ് എ ബോഡി മെഷർഡ് യൂഷ്വലി ഇൻ സെന്റിഗ്രേഡ് ഓഫ് ഫാരൻഹീറ്റ്. സാധാരണയായിട്ട് സെന്റിഗ്രേഡിലോ ഫാരൻഹീറ്റിലോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു ബോഡിയുടെ കോൾഡ്നെസ്സോ അല്ലെങ്കിൽ ഹോട്ട്നെസ്സോ ഒക്കെ മെഷർ ചെയ്യുന്നുണ്ടാകും. സോ ഇത്തരത്തിൽ മെഷർ ചെയ്യുന്ന ഇതിനെയാണ്, ഇത്തരത്തിലുള്ള ഒരു മെഷറാണ് എന്തെന്ന് പറയുന്നത്, ഇതിനെയാണ് നമ്മൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഫാരൻഹീറ്റിലോ സെന്റിഗ്രേഡിലോ ഒക്കെ അളക്കുന്ന ബോഡിയുടെ ചൂടിന്റെയോ തണുപ്പിന്റെയോ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്, താപനില എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത്, യൂഷ്വലി ഇൻ സെന്റിഗ്രേഡ് ഓഫ് ടെമ്പറേച്ചർ ഈസ് മെഷർഡ് ഓഫ് ദ ഇന്റൻസിറ്റി ഓഫ് ഹീറ്റ്. ഹീറ്റിന്റെ തീവ്രതയെ അളക്കുന്നതായിട്ടുള്ള അളവുകോലാണ് എന്ത് എന്ന് പറയുന്നത്, ഈ പറയുന്ന താപത്തിന്റെ തീവ്രതയുടെ ഒരു അളവുകോലാണ് എന്തെന്ന് പറയുന്നത്, താപനില എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയുമാണ് അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പറയാനായിട്ടുള്ളത്. സോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ഒരു അളവുകോലാണ്. ഹീറ്റ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് രണ്ട് വ്യത്യസ്ത ടെമ്പറേച്ചറുകളുള്ള ബോഡീസിലൂടെ എന്ത് ചെയ്യുന്നു, ഒഴുകുവാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു എനർജിയുടെ രൂപമാണ് ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നത്, ഇഫ് വി ആസ്ക് ഹൗ ഹോട്ട് is a substance, the answer will be it so many degrees hot. എക്സാമ്പിൾ 40 ഡിഗ്രി സെൽഷ്യസ്, 50 ഡിഗ്രി സെൽഷ്യസ്, 150 ഡിഗ്രി ഫാരൻഹീറ്റ് എക്സെട്ര. അതായത് ഇവിടെ പറയുന്നത് എന്താണ്, നമ്മളിപ്പം ഒരു പദാർത്ഥം എത്ര ചൂടാണ് എന്ന് ചോദിച്ചാൽ ഇത്രയും ഡിഗ്രി ചൂടാണ് എന്നായിരിക്കും അതിന്റെ എന്തെന്ന് പറയുന്നത്, ആൻസർ എന്ന് പറയുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്, അല്ലെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്, അല്ലെങ്കിൽ 150 ഡിഗ്രി ഫാരൻഹീറ്റ് ചൂടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവിടെ എത്രത്തോളം ചൂടാണ് എന്നതിന്റെ ആൻസർ അല്ലേ. സോ അടുത്തത് ടെമ്പറേച്ചർ മെഷർമെന്റ് ആണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഓക്കെ, there are two basic scales for measuring temperature. ടെമ്പറേച്ചർ ഓക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും രണ്ട് സ്കെയിൽസ് ആണുള്ളത്. ഒന്ന് സെന്റിഗ്രേഡ് സ്കെയിലാണ്, രണ്ട് എന്ന് പറയുന്നത് ഫാരൻഹീറ്റ് സ്കെയിലാണ്. സോ രണ്ടിനെയും നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇൻ ബോത്ത് സിസ്റ്റം there are two fixed point which indicate. അപ്പം ഈ സെന്റിഗ്രേഡ് സ്കെയിൽ ആയിരുന്നാലും ഫാരൻഹീറ്റ് സ്കെയിൽ ആയിരുന്നാലും ഈ രണ്ട് സംവിധാനങ്ങളിലും രണ്ട് നിശ്ചിതമായിട്ടുള്ള പോയിന്റുകൾ ഉണ്ടായിരിക്കും, രണ്ട് ഫിക്സഡ് പോയിന്റുകൾ ഉണ്ടായിരിക്കും. സോ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഐസ് മെൽറ്റ് അഥവാ വാട്ടർ ഫ്രീസസ് ആകുന്ന, ഐസ് മെൽറ്റസ് ആകുന്നതായിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ആണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിക്സഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, പ്യുവർ വാട്ടർ ബോയിൽ അറ്റ് സ്റ്റാൻഡേർഡ് പ്രഷർ. ഒരു സ്റ്റാൻഡേർഡ് പ്രഷറിൽ ഒരു ശുദ്ധജലം എന്ത് ചെയ്യാനായിട്ടുള്ള, തിളയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ യൂണിറ്റ്, അതാണ് എന്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ രണ്ട് ഇതാണ് ഉള്ളത്. സോ ഇനി എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഈസ് മെഷർഡ് ബൈ യൂണിറ്റ് ഈസ് കാൾഡ് ഡിഗ്രി. അതായത് ഡിഗ്രി എന്ന യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സാധാരണയായിട്ട് ടെമ്പറേച്ചറിനെ അളക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി സെന്റിഗ്രേഡ് സ്കെയിൽ എന്താണ്, ഫാരൻഹീറ്റ് സ്കെയിൽ എന്താണെന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. സെന്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയുന്നത് എത്രയാണ്, വളരെ വളരെ സിമ്പിൾ ആണ്. നമുക്കറിയാം, ദിസ് ഈസ് സിസ്റ്റം ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ ഇൻ വിച്ച് ദ ഇന്റർവൽസ് ഓഫ് ടെമ്പറേച്ചർ ബിറ്റ്വീൻ ദ ഫ്രീസിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് പ്രഷർ ഈസ് ഡിവൈഡ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ്. അതായത് മറ്റൊന്നുമല്ല, നമുക്കറിയാം ഒരു എന്താണ് പറയാ, ഒരു
പ്യുർ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ സോ അത് തിളയ്ക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അത് ഫ്രീസ് ആകുന്നതായിട്ടുള്ള, അത് കട്ടിയാകുന്നതായിട്ടുള്ള, അത് ഐസ് ആയിട്ടിരിക്കുന്ന ഒരു എന്താ പറയുക ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ ഈ രണ്ട് ടെമ്പറേച്ചറിനെ നമ്മൾ എന്താണ് 100 ഈക്വൽ ഇന്റർവെൽസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, സോ 100 ഈക്വൽ പാർട്സ് ആക്കി നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഒരു സിസ്റ്റത്തിനകത്ത് മെഷറിങ് ആ ഒരു ടെമ്പറേച്ചറിന്റെ വേരിയേഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു വേരിയേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെന്റിഗ്രേഡ് എന്നും മറ്റൊക്കെയാണ് പറയുന്നത്. സാധാരണയായിട്ടുള്ള മർദ്ദത്തിൽ ഒരു പ്യുവർ വാട്ടർ ഫ്രീസ് ആകുന്നതും അതുപോലെ തന്നെ ബോയിൽ ആകുന്നതും തമ്മിലുള്ള ആ താപനിലയുടെ ഇന്റർവെൽസിനെ 100 തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുന്ന സമയത്ത് താപനിലയിലെ മാറ്റങ്ങൾ അളക്കുന്നുണ്ടാകും. സോ ഇതിനുള്ള ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആ ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസ്, അത് അളക്കുന്ന സംവിധാനത്തെ സെന്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി അവിടെ നമുക്ക് ഫ്രീസ് ആകുമ്പോൾ പോയിന്റിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 0°C ആയിരിക്കും. there are freezing point is made 0°C, അത് കട്ട് ചെയ്യാൻ സമയത്ത് 0°C ആണ്. അതുപോലെ തന്നെ അത് ബോയിലിംഗ് നല്ല രീതിയിൽ തിളയ്ക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ 100°C ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഇടയ്ക്കുള്ള ഈച്ച് ഡിവിഷൻ പാർട്ട് ഈസ് കാൾഡ് 1 സെന്റിഗ്രേഡ് ഡിഗ്രി അഥവാ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഡിവിഷനെയും, അതിൻ്റെ ഇടയിലുള്ള ഓരോ ഡിവിഷനെയും ഓരോ സെന്റിഗ്രേഡ് എന്ന് പറയും. ഡിഗ്രി സെന്റിഗ്രേഡിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എന്ന് എന്ത് ചെയ്യാറുണ്ട്, പറയാറുണ്ട്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു പ്യുവർ വാട്ടർ സാധാരണ മർദ്ദത്തിൽ ചൂടാവുകയാണെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് അത് കട്ടിയാകുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് അത് തിളച്ച് പോകുന്നതായിട്ടുള്ള നല്ല തിളയുള്ള സ്റ്റേജ് ഉണ്ടായിരിക്കും. സോ ഇങ്ങനെ കട്ടിയാകുന്നത് മുതൽ ഇങ്ങനെ തിളയ്ക്കുന്നതായിട്ടുള്ള ഈ സ്റ്റേജസ്, അതിനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള 100 ഈക്വൽസ് ഇന്റർവൽസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അളക്കുന്നതായിട്ടുള്ള ആ ഒരു അളവിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, അപ്പൊ അതിനുണ്ടാകുന്ന ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വേരിയേഷനെ അളക്കുന്ന ഒരു അളവുകോലാണ് എന്തെന്ന് പറയുന്നത് സെന്റിഗ്രേഡ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിൽ ഓരോ അളവുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ സെന്റിഗ്രേഡ് എന്നൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. ഓക്കെ, സാധാരണയായിട്ട് അത് ഫ്രീസ് ആകുന്ന കട്ടിയാകുന്ന ആ സ്റ്റേജ് എന്ന് പറയുന്നത് 0°C എന്നും അടയാളപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അത് ബോയിൽ ആകുന്നതായിട്ടുള്ള ആ പോയിന്റിനെ എന്തെന്ന് പറയുന്നു, 100°C എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നുള്ളത്. അടുത്ത ഫാരൻഹീറ്റ് സ്കെയിലാണ്. ഇതുപോലെ തന്നെയാണ്, ഇതിലും എന്തുണ്ടായിരിക്കും, രണ്ട് പോയിന്റുകൾ ഉണ്ടായിരിക്കും. സോ ഇവിടെ വന്നിട്ട് എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിനെ എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ഇന്റർവെൽസ് ആയിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യും, 180 ഈക്വൽ പാർട്സുകളായിട്ട്, മറ്റേത് 100 ഈക്വൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഇവിടെ 180 ഈക്വൽ പാർട്സ് ആയിട്ട് ഈ രണ്ട് അവസ്ഥകൾക്കും ഇടയിൽ വിഭജിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഫ്രീസിംഗ് പോയിന്റ്, അത് കട്ട് ചെയ്യുന്ന പോയിന്റ് അവിടെ 0 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 32 ഫാരൻഹീറ്റ് ആയിരിക്കും. ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 212 ആയിരിക്കും. മറ്റേതെല്ലാം അതിന്റെ എക്സ്പ്ലനേഷൻ പോലെ തന്നെയാണ്, ഫ്രീസ് ആകുന്നതും ബോയിൽ ആകുന്നതായിട്ടുള്ള രണ്ട് പോയിന്റുകൾ. സോ ഇതിന്റെ ഇടയിലുള്ളതിനെ അവിടെ 100 ആക്കുമ്പോൾ ഇവിടെ 180 ആക്കുന്നു. അവിടെ 0 ആണ് ഫ്രീസിംഗ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് 32 ആണ്. അവിടെ 100°C ആണ് ബോയിലിംഗ് പോയിന്റ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് 212 ആണ് ബോയിലിംഗ് പോയിന്റ്. അവിടെ ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് നമ്മൾ ഓരോ പോയിന്റുകളെ പറയുമ്പോൾ ഇവിടെ എന്ന് പറയുന്ന ഓരോ ഡിവിഷനുകളെയും ഫാരൻഹീറ്റ് എന്ന് പറയുന്നുണ്ടാകും, ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നുണ്ടാകും. സോ അത്രയാണ് അവിടുന്ന് മനസ്സിലാക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അതെന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഹീറ്റ്, ടെമ്പറേച്ചർ ആൻഡ് ദെയർ യൂണിറ്റ് ഇൻ വെൽഡിങ്. അതായത് വെൽഡിങ്ങിൽ നമ്മുടെ ഹീറ്റിനും ടെമ്പറേച്ചറിനും അവയുടെ യൂണിറ്റുകൾക്കും അവയുടെ ടേംസിനൊക്കെയുള്ള ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഈച്ച് അതർ. അപ്പം ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ഈച്ച് അതർ. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു ഹീറ്റും അതുപോലെ തന്നെ ടെമ്പറേച്ചറും പരസ്പരം എന്ത് ചെയ്യാൻ പാടില്ല, ആശയക്കുഴപ്പത്തിലാവാൻ, കൺഫ്യൂസ്ഡ് ആവാനായിട്ട് പാടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ദ ടെമ്പറേച്ചർ ഓഫ് ഓക്സിജൻ ഫ്ലെയിം ഈസ് അപ്രോക്സിമേറ്റ്ലി 3200°C. ഇതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്നാണ് IPP ഇട്ടേക്കുന്നത്. സോ നമ്മുടെ ഓക്സി അസറ്റിലും ഫ്ലെയിമിന്റെ ടെമ്പറേച്ചർ ഏകദേശം എന്ന് പറയുന്നത് 3200°C ആണ്. പല എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, and flames produced by small and large nozzle have the same temperatures, but the large nozzle flame gives off more heat than the small nozzle flame. അപ്പോൾ നമ്മൾ ആദ്യം നോസിൽ പരിചയപ്പെട്ടിരുന്നു. സോ നോസിൽ സൈസുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പം ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നോസിലുകളായിരുന്നാലും അതുപോലെ തന്നെ സ്മോൾ നോസിലുകളായിരുന്നാലും എന്താണ്, ഒരേ ടെമ്പറേച്ചറിലുള്ള ഫ്ലെയിംസുകളെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നോസിലൂടെ വരുന്നുണ്ടാവുക എന്താണ്, കൂടുതൽ ഹീറ്റ് സ്മാൾ നോസിൽ ഫ്ലെയിമിനേക്കാളും കൂടുതൽ ഹീറ്റ് എന്ത് ചെയ്യുന്നു, കൂടുതൽ ഫ്ലെയിം എന്ത് ചെയ്യുന്നു, ലാർജ് നോസിലുള്ളവയിൽ നിന്ന് പ്രൊഡ്യൂസ് ആകുന്നുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ മോർ
volume of mixed gases come out through larger size nozzles and so more heat produced. അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ കൂടുതൽ വോളിയത്തിലുള്ള മിക്സ്ഡ് വാതകങ്ങൾ, മിക്സ്ഡ് ആയിട്ടുള്ള എന്താണ് ഗ്യാസസ് പുറത്തു വരാൻ വേണ്ടിയിട്ട് എന്താണ് വലിയ വലുപ്പത്തിലുള്ള നോസിലുകളിലൂടെ ആയിരിക്കും പുറത്തു വരുന്നുണ്ടാവുക. സോ അതിനാൽ കൂടുതൽ ടെമ്പറേച്ചർ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടായിരിക്കും. സോ അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ഒരു ചാർട്ടിനകത്ത് ആ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാനായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് കുറച്ച് മറ്റു ടോപ്പിക്കുകൾ എക്സാമ്പിൾ ആയിട്ട് എ തിൻ പീസ് ഓഫ് സ്റ്റീൽ ഷീറ്റ് 1.5 മില്ലിമീറ്റർ തിക്നെസ് ക്യാൻ ബി മെൽറ്റഡ് ക്വിക്ക്ലി വിത്ത് എ സ്മാൾ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം. അതായത് നമ്മൾ തിൻ പീസ് 1.5 മില്ലിമീറ്റർ മാത്രം തിക്നെസ് ഉള്ള ഒരു തിൻ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഈസി ആയിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ തിക്കർ പീസ് ഓഫ് സ്റ്റീൽ പ്ലേറ്റ്, അതായത് ഇത് 6 മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ സാധിക്കും, അതേ ഓക്സി അസറ്റിലിൻ ഫ്ലെയിം തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം വേണ്ടി വരുന്നുണ്ടായിരിക്കും. ബോത്ത് പീസസ് ഓഫ് സ്റ്റീൽ ഹാവ് ദ സെയിം മെൽറ്റിംഗ് പോയിന്റ് ആണ് 1530 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ടാകും. ഇനി ടു സ്പീഡ് അപ്പ് ദ മെൽറ്റിംഗ് ഓഫ് ദ തിക്കർ പ്ലേറ്റ് യൂസ് ബിഗ്ഗർ നോസിൽ വിച്ച് വിൽ ഗിവ് ലോങ്ങർ ഫ്ലെയിം ആൻഡ് മോർ ഹീറ്റ് ഇൻ ലെസ് ടൈംസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു പ്രോസസ്സ് വേഗത്തിലാക്കാൻ വേണ്ടി, മെൽറ്റിംഗ് പ്രോസസ്സ് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിക്കർ ആയിട്ടുള്ള പ്ലേറ്റുകളെ എന്ത് ചെയ്യും, മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ബിഗ് നോസിൽ സൈസ് ഉള്ള എന്തായിരിക്കും, ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് ഫ്ലെയിമും കൂടുതൽ ഹീറ്റും കുറഞ്ഞ സമയത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. ഈ നോസിൽ സൈസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവണം കേട്ടോ. അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ അതിൻ്റെ ഫിഗറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ്. അപ്പോൾ അത് കണ്ടിട്ട് തന്നെ വേണം ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്. എന്നിരുന്നാലേ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി റെഫർ ടു ദ ചാർട്ട് ഗിവൺ ബിലോ വിച്ച് ഗിവ്സ് ഡിഫറൻറ്റ് നോസിൽ സൈസസ് ആൻഡ് ദ കറസ്പോണ്ടിങ് വോളിയം ഓഫ് ഗ്യാസസ് ഫ്ലോയിങ് ഔട്ട് ദം പെർ അവർ. അതായത് ഈ ഒരു ഫിഗർ, ഒരു ചാർട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്ത നോസിൽ സൈസസ് ഉണ്ടായിരിക്കും. സോ ആ നോസിൽ സൈസസിന് അവറിൽ അതിനകത്ത് നിന്ന് പുറത്ത് വരുന്ന വോളിയത്തിൻ്റെ അളവും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ചാർട്ടിന്റെ കാര്യമാണ് പറയുന്നത്, അതിലേക്ക് പോകാം. When the nozzle size increases, the quantity of gas flow per hour increases. നോസിലിന്റെ സൈസ് ഇൻക്രീസ് ആകുമ്പോൾ മണിക്കൂറിൽ അതിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്ന ഫ്ലോയുടെ റേറ്റും ഇൻക്രീസ് ആവും. സോ മോർ ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട് ബൈ ലാർജ് നോസിൽ ആൻഡ് ഹീറ്റ് ബൈ സ്മാളർ സൈസ് നോസിൽസ്. അപ്പം എന്താണ്, സോ മോർ ഹീറ്റ് ഈസ് ഗിവൺ ഔട്ട് ബൈ ലാർജ് നോസിൽ ആൻഡ് ലെസ് ഹീറ്റ് ബൈ സ്മാൾ സൈസ് നോസിൽ. വലിയ നോസിൽ സൈസിൽ നിന്നും കൂടുതൽ ഹീറ്റും ചെറിയ നോസിൽ സൈസിൽ നിന്ന് കുറഞ്ഞ ഹീറ്റും ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, പുറത്തു പോകുന്നുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് 0.8 മില്ലിമീറ്റർ തിക്നെസ് ഉള്ള പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നോസിൽ സൈസ് 1 മതി. അപ്പോൾ എന്ത് ചെയ്യാം, അവിടെ അവറിൽ 28ഓളം ലിറ്റർ ആയിരിക്കും അവിടെ അപ്രോക്സിമേറ്റ്ലി അവിടെ നിന്ന് ഉണ്ടാവുക, വാതം പുറത്തേക്ക് പോകുന്നുണ്ടാവുക, ഹീറ്റ് പുറത്തേക്ക് പോകുന്നുണ്ടാവുക. സോ പ്ലേറ്റ് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് നോസിൽ സൈസും കൂടുന്നുണ്ടാവും. അതിനനുസരിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ആ ഒരു ലിറ്ററിലും എന്ത് ചെയ്യുന്നുണ്ട്, വർധന ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. സോ അതും എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഓക്കെ, സോ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുണ്ടായിരുന്നത്, ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാകാതെ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഒന്ന് കാണുക. ഇനി ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. വലുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, ഹീറ്റും ടെമ്പറേച്ചറിന്റെ കാര്യം പറഞ്ഞു. സോ അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും അവയുടെ യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ വളരെ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. ഒന്നുകൂടി ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അപ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും. സോ ഇനി നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാനുള്ളത്, അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ടായിരിക്കും ഇടുന്നുണ്ടാവുക. പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആർക്ക് എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്. സോ അത് മറ്റൊരു വീഡിയോയിൽ കാണാം. സോ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക്